എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ്. നമ്മളിന്ന് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 4ാമത്തെ പാർട്ടാണ്. നിക്ഷേപങ്ങൾ എന്ന സെക്ഷനിലെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് എന്ന സെക്ഷനാണ്. അതിനു മുമ്പായിട്ട് സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കുക എന്ന നിലയിലാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഗ്രൂപ്പിൻ്റെ വളർച്ചയ്ക്ക് ഈ ഗ്രൂപ്പ് മാത്രമല്ല മറ്റ് പല ഗ്രൂപ്പുകളിലെ ആളുകളും സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളിൽ വളരെ അധികം ആളുകൾ യൂട്യൂബിൽ കൂടെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ചാനലിൽ കൂടെ വീഡിയോസ് കാണാറുണ്ട്. ഇപ്പോൾ അത് ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതുപോലെ ഏകദേശം ഒരു 36,500 പേര് ഈ ചാനൽ കണ്ടു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട്. മലയാളികൾക്കിടയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള അവബോധം ഇതിൽ കൂടെ കൂടി വരുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇത് കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിനും ഫേസ്ബുക്കിൽ കൂടെയും മറ്റും ഇത് ചെയ്യാനുള്ള പ്രേരണ തന്ന നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത് കൂടുതലും പേരിൽ എത്തിച്ചിട്ട് നമ്മുടെ നമ്മുടെ പാരമ്പര്യമായിട്ട് മലയാളികൾക്കിടയിലുള്ള നിക്ഷേപ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ചെയ്യാനായിട്ട് ഇതിൽ കൂടെ സാധിക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കഴിവതും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏകദേശം കഴിഞ്ഞ 28 ദിവസത്തിനകത്തേ നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 25,000 പേര് 25,000 മിനിറ്റ് ഈ വീഡിയോസ് ഓൺലൈൻ ആളുകൾ കണ്ടു. ഏകദേശം 4,400 പേരോളം ഇത് വാച്ച് ചെയ്തു. ഏകദേശം ഒരു 150-200 ആളുകൾ ഈ വീഡിയോസ് ഡെയിലി വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ 60 മിനിറ്റിലും ഏകദേശം ഒരു 10-15 പേര്, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഗ്രീൻ ലൈൻ നോക്കിയാൽ അറിയാം, ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിസ് എന്ന പാർട്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ബേസിക് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്ക് ഇനി അത് കണ്ട് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാനലിൽ വളരെ സാധാരണ ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞാനും ഇതുപോലെ പലതും പഠിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം കിട്ടിയ മനസ്സിലാക്കിയ അറിവ് കഴിവതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അറിയാവുന്നത് തെറ്റുണ്ടാകാം. നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡറോ ഇൻവെസ്റ്ററോ ഒന്നുമില്ല, ഒരു സാധാരണ ലേമാൻ തന്നെയാണ്. അപ്പോൾ സ്വയം അറിയാവുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നുള്ള ഒരു ഉദ്യമം മാത്രമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രൂപ്പിൽ കൂടെ ഉദ്ദേശിച്ചത്. അത് പലർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്നാണ് അവരുടെ കമൻറ്റിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് ഞാൻ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പല പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് മനസ്സിലാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ നോക്കിയാലറിയും ചില വീഡിയോസ് ഇവിടെ ലോക്കിൻ്റെ ഒരു സിമ്പിൾ കാണാം, പ്രൈവറ്റ് എന്ന് കാണാം ഇവിടെ. അപ്പം അതൊഴിച്ച് ബാക്കി എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. ചിലത് മാത്രം ഞാൻ പ്രൈവറ്റ് ആയിട്ടിട്ടുണ്ട്. ഏകദേശം 10-20 വീഡിയോസ് അത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കാണാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഫ്രീ വീഡിയോസ് കാണാം. അപ്പം
അപ്പം ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഡീറ്റെയിൽ പഠിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോസ് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷനിലോട്ട് പോകാം. 4ാമത്തെ പാർട്ടിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഡീറ്റെയിലാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എപ്പോൾ മേടിക്കണം, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് ഏത് സ്റ്റോക്ക് അല്ലെങ്കിൽ എന്ത് മേടിക്കണം എന്നാണ് ബേസിക്കായിട്ടുള്ള എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രേഡർക്ക് അല്ലെ ഒരു ട്രേഡറെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ ഒരു ബെറ്ററായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എന്താ പറയുക, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആണ് ആളുകൾ ഈ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ എൻട്രി ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം, അതിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സംശയം തോന്നും, ടെക്നിക്കൽ അനാലിസിസ് ഷോർട്ട് ടൈം ട്രേഡേഴ്സും മറ്റും ടെക്നിക്കൽ അനാലിസിസ് മാത്രമേ നോക്കാറുള്ളൂ, ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നോക്കാറില്ല. അങ്ങനെയുള്ള ഒരു ഡീപ്പ് മറ്റുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി കാണും. അടുത്തത് നമുക്ക് ഈ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണമെന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ടെക്നിക്കൽ അനാലിസിസ് ബേസിക്കലി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ വില, അത് മേടിക്കുന്ന ക്വാണ്ടിറ്റി, അതായത് നമുക്കതിനെ വോളിയം എന്ന് വിളിക്കാം. അപ്പം ഇതിൻ്റെ താരതമ്യ പഠനമാണ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ്. ഇതിൻ്റെ ബേസിൽ നമുക്ക് ഒരു സ്റ്റോക്കിൽ അത് എങ്ങനെ മൂവ് ചെയ്യും, എങ്ങനെയാണ് ആളുകൾ ആ സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വോളിയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മീഡിയം വേണമല്ലോ. ആ മീഡിയത്തിന് നമുക്ക് ചാർട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ചാർട്ട് എന്ന് പറയുന്നതാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം. കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസ് തരുന്ന ഇൻഫർമേഷനൊക്കെ നമുക്ക് ഈ ചാർട്ടിൽ കൂടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലായിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള അസംഷനാണ് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി സാധാരണഗതിയിൽ ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിസ്കൗണ്ടിങ് എവരിത്തിങ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റോക്കിൻ്റെ അതിൻ്റെ ശരിയായ വില അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കില്ല മിക്കവാറും ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ പ്രതിഫലിക്കുന്നത്, അതായത് മാർക്കറ്റ് വിലയിൽ പ്രതിഫലിക്കുന്നത്. കാരണം അത് പല ഫാക്ടേഴ്സുണ്ട്. അപ്പോൾ ആ വില നമ്മളൊരു നല്ല സ്റ്റോക്ക് കണ്ടുപിടിക്കുകയും ആ സ്റ്റോക്ക് വില കുറയുമ്പോൾ ആ എൻട്രി മനസ്സിലാക്കാൻ പറ്റുമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻട്രി എക്സിറ്റും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അത് അറിയാൻ വേണ്ടി നമ്മൾ ഫണ്ടലും ടെക്നിക്കലും പഠിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഡിസ്കൗണ്ടിങ് എവരിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു സേർട്ടൻ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗിവൺ ടൈമിൽ ആ കമ്പനിയുമായിട്ട് ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം, അതായത് അതിൻ്റെ പ്രൈസ് ആയിക്കോട്ടെ, അതിനുമായിട്ട് ഇവിടെ പ്രോഡക്റ്റ് എല്ലാം, അതിൻ്റെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താ പറയുക, അതിൻ്റെ ടെക്നിക്കൽ ചാർട്ടിൽ അത് പ്രതിഫലിക്കും. ദാറ്റ്സ് എ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈസ് മൂവ് ഇൻ ട്രെൻഡ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആ ട്രെൻഡ് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മുടെ വൈദഗ്ധ്യം. അവിടെയാണ് നമ്മളൊരു പ്രൊഫഷണൽ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ഒരു ട്രേഡർ അയാളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ, പൊതുവേ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ട്രെൻഡ് നോക്കിയിട്ടാണ് നമ്മുടെ പ്രൈസ് അത് മൂവ് ചെയ്യുന്നത്, നമ്മളൊരു അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങോട്ട് പോകും എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് അസംഷൻ. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് ടു റിപ്പീറ്റ് ഇറ്റ് സെൽഫ്.
ഇത് ഞാൻ പല പ്രാവശ്യം നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പോസ്റ്റിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പ്രൈസിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ഒരു ചാർട്ട് പഠിക്കുമ്പോൾ ആ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് അത് അടിസ്ഥാനത്തിലാണ് നമ്മളൊരു അതിൻ്റെ ഫ്യൂച്ചറിൽ അത് എങ്ങനെ മൂവ് ചെയ്യും നമ്മളൊരു അതാണ് നമ്മൾ അസംപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് അങ്ങനെ ഈ വരുന്ന ആ പ്രൈസിൻ്റെ ആ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നൊരു മാർക്കറ്റ് ഫിലോസഫി സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഹ്യൂമൻ സൈക്കോളജിയാണ് ശരിക്കും പറഞ്ഞ ഇതിൽ ആ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ചാർട്ടിലെ ആ ചാർട്ട് ആ പ്രൈസ് മൂവ്മെൻറ്റ് ഫ്യൂച്ചറിലും അത് പല പ്രാവശ്യം നേരത്തെ ഇൻ ദ പാസ്റ്റ് അത് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഫ്യൂച്ചറിലും അത് വീണ്ടും അതേപോലെ അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെന്താ ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ അവർ അവർ മോണിറ്റർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ 25 സ്റ്റോക്ക് നമുക്കെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ചില സ്റ്റോക്കിലായിരിക്കും അവർ കൂടുതലും അതും വാച്ച് ചെയ്യുന്നതും അത് വാങ്ങുന്നതും വിൽക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫണ്ടമെൻ്റൽ അങ്ങനെ കാര്യങ്ങൾ വ്യത്യാസം വരാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും പൊതുവേ ആളുകൾ അപ്പോൾ എത്ര വർഷം ഈ മാർക്കറ്റിലുണ്ടായ ആളുകളും പൊതുവേ അവർ ആ ഫോളോ ചെയ്യുന്ന സ്റ്റോക്സിനെ അത് തന്നെ അവരുടെ ആ ട്രേഡിലോ അല്ലെങ്കിൽ അവരുടെ ആ വാച്ച് ചെയ്യുന്ന ലിസ്റ്റിലൊക്കെ അത് തന്നെ അവർ ഫോളോ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും. സോ അതുകൊണ്ടാണ് മെയിനായിട്ടും ഇതിൻ്റെ ആ പ്രൈസിൻ്റെ റിപ്പീറ്റേഷൻ വീണ്ടും ഉണ്ടാകുന്നത്. അതനുസരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും ഒക്കെ മനസ്സിലാക്കാം. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ കൂടുതൽ മനസ്സിലാക്കാം. അടുത്തത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ചാർട്ട് എന്ന് പറയുന്നത് പ്രൈസ് വോളിയം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചാർട്ടിലാണ്. ഇപ്പോൾ എന്താണ് ചാർട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. അതായത് നമ്മുടെ ഉള്ള പ്രൈസിൻ്റെ അതേപോലെ തന്നെ വോളിയത്തിൻ്റെ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമുക്ക് ഈ ചാർട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചാർട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ഇൻവെസ്റ്ററേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും. പലരും ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ട്രേഡിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ പഠിച്ച് ഇൻവെസ്റ്റ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതിന് കുറേ അത് മനസ്സിലാക്കാൻ കുറേ വഴികളുണ്ട്. അപ്പോൾ അതിന് കുറേ ഇൻഡിക്കേറ്റേഴ്സും മറ്റുമുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ആദ്യമേ പറഞ്ഞത് ആളുകളുടെ സൈക്കോളജി അനുസരിച്ചിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത് ആ സ്റ്റോക്ക് മോണിറ്റർ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഒരു പെർട്ടിക്കുലർ ലെവലിലെത്തുമ്പോൾ ആ സ്റ്റോക്കിനെ അവരതിന് വില മതിക്കുകയും അതായത് ആ താഴോട്ട് പോവുകയാണെന്നുള്ള ലെവലിലെത്തുമ്പോൾ ആ പ്രൈസിൻ്റെ ആദ്യം എൻട്രി ചെയ്യാനുള്ള അവർക്ക് അവിടെ എൻട്രി ചെയ്യാൻ ഉള്ളൂ, അതിന് ഒരു വർത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കി അവിടെ എൻട്രി ചെയ്യുകയും പിന്നെ ആ സ്റ്റോക്ക് മുമ്പോട്ട് പോവുകയും ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ആ സ്റ്റോക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കവിടെ ആ ലെവലിൽ എത്തുന്ന സമയത്ത് പതുക്കെ ആളുകൾ അത് വിറ്റൊഴിയുകയും ചെയ്യും. അവർക്ക് അതിൻ്റെ ഒരു മൊമെൻറ്റം അത് അവിടെ നിൽക്കും എന്ന് അവർക്കൊരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് അവർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബ്രേക്കൗട്ടൊക്കെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കലി സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളത് അതിൻ്റെ കീ ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ആണ്. അപ്പം അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റും. അതിൻ്റെ കൂട്ടാൻ പറ്റും. നമുക്ക് എവിടെ നമുക്ക് അത് വിൽക്കാം, അതിനുശേഷം താഴെ പിന്നെ വാങ്ങാം, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളത് ഒന്നെങ്കിൽ അതിൻ്റെ പ്രോബബ്ലി ഒന്നിൽ ആ ലെവലിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലെത്തുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രേറ്റർ പ്രോബബിലിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. എപ്പോഴും അത് സംഭവിക്കണമെന്നില്ല, എന്നാൽ അതിന് അത് സാധ്യത കൂടുതലാണെന്ന് നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ 100% ഒന്നിനും ഗ്യാരണ്ടി ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം ചേഞ്ച് ഓഫ് ഡയറക്ഷൻ
അല്ലെങ്കിൽ ഒരു സർട്ടൺ ലെവൽ എത്തുമ്പോൾ അത് വില അവിടെ കുറച്ച് ഒന്ന് പോസ് ചെയ്യുന്ന അവസ്ഥ. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് ഒക്കെ മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പല മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഫണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട അതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ ഒരു സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് മോസ്റ്റ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സ്കിൽസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണെന്ന് ഒരു ചാർട്ടിൽ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു സ്റ്റോക്കിൻ്റെ ഞാൻ ഒരു ലൈൻ ഗ്രാഫാണ് ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പം ആ ഒരു സ്റ്റോക്കിൻ്റെ ഞാൻ ഏറ്റവും താഴെ ലൈനിലുണ്ട് 60-നും 70-നും ഇടയ്ക്ക് ഒരു ഗ്രീൻ ലൈൻ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 ലൈനുകൾ വേറെ എക്സ്ട്രാ വരച്ചിട്ടുണ്ട്. ഒരു 100 ലെവലിൽ, ഒരു 160 ലെവലിൽ, 220 ലെവലിൽ ഇങ്ങനെ 3 എണ്ണം വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഏറ്റവും താഴെയായിട്ട് ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ലൈൻസ് എന്ന് പറയുന്ന താഴെ ഇറങ്ങുകയും ചെയ്യുന്ന ഈ ലൈൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ സ്റ്റോക്കിൻ്റെ പ്രൈസാണ് മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും താഴെ കാണുന്നത് നമുക്ക് കുറേ പച്ചയിലും ചുമലയിലും കുറേ ലൈൻസ് കാണാൻ പറ്റും. അവിടെ VOL എന്ന് എഴുതിയിട്ടുണ്ട്. 2.72 മില്യൺ മില്യൺ. അത് അതിൻ്റെ വോളിയം ട്രേഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. 10 മില്യൺ 20 മില്യൺ എന്നുള്ള കാണാം. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലിൽ മേളിലുള്ള അവിടെ ആ ലെവലിൽ മേളിൽ നോക്കിയാൽ 60 തൊട്ട് മേളിലോട്ടാണ്ട് 230 സ്റ്റോക്കിൻ്റെ പ്രൈസിനെ കാണിക്കുന്ന പ്രൈസിൻ്റെ സൂചികയാണ് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ താഴെ ആ വോളിയം അത് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ, ഇത് എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തെ ചാർട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജൂലൈ തൊട്ട്, അതായത് 2 കൊല്ലത്തെ ചാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക, ബ്ലൂ ലൈനും സെക്കൻഡ് ബ്ലൂ ലൈനും ആ ഇടയ്ക്ക് സ്റ്റോക്ക് കുറച്ച് നാൾ കുറേ ശേഷം എനിക്ക് 1 കൊല്ലത്തോളം ആ സ്റ്റോക്ക് ആ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ജൂലൈ 2015 ആ സ്റ്റോക്ക് അതിൻ്റെ 100 ലെവലിൽ എത്തുകയും എത്തിയതിന് ശേഷം ആ സ്റ്റോക്ക് വീണ്ടും താഴോട്ട് പോവുകയും തിരിച്ച് വീണ്ടും ആ സ്റ്റോക്ക് ഒരു 65 ലെവലിൽ എത്തിയതിന് ശേഷം 2016 ജനുവരിയിൽ വീണ്ടും അത് ആ റെസിസ്റ്റൻസ് ലെവലിൽ എത്തുന്നത് കാണാം. അതിനുശേഷം വീണ്ടും ആ സ്റ്റോക്ക് താഴോട്ട് വരികയും വീണ്ടും ഒരു 65 ലെവലിൽ മാർച്ച് 2016 എത്തുകയും എന്നാൽ ഒരു ജൂൺ മാസം 2016 ജൂൺ മാസം അത് വീണ്ടും റെസിസ്റ്റൻസ് ലെവലിൽ എത്തുകയും ചെയ്യുന്നു. ഇപ്രാവശ്യം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ആ ലെവൽ ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയും അതിനുശേഷം ആ സ്റ്റോക്ക് വീണ്ടും മുകളിലോട്ട് പോയിട്ട് 160 ലെവൽ വരെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ആ സ്റ്റോക്ക് തിരിച്ച് വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കുന്നു. തിരിച്ച് ശേഷം നമ്മുടെ ആ രണ്ടാമത്തെ ലൈനിന് മുകളിൽ വന്നതിന് ശേഷം പിന്നെ വീണ്ടും തിരിച്ച് കയറുകയും ആ 160 ലെവലിൽ പിന്നെ എത്തുകയും കുറച്ച് ദിവസം ആ ലെവലിൽ തന്നെ മേഴും താഴെയായിട്ട് ഒരു സ്വിങ് ചെയ്തതിന് ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ച ശേഷം വീണ്ടും ആ സ്റ്റോക്ക് ഒരു വലിയൊരു റൈഡ് സംഭവിക്കുന്നുണ്ട് 220 ലെവലിലേക്ക്. അതിനുശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് 185 ലെവലിൽ വന്നതിന് ശേഷം വീണ്ടും ആ സ്റ്റോക്ക് 220 ലെവലിൽ ഇപ്പം ട്രേഡ് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ സിമിൻ്റെ ചാർട്ടാണെന്ന് എനിക്ക് തന്നെ ഞാനിവിടെ പേരെടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് അപ്പോൾ ഇതിൽ നിന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനൊക്കെ ഒരു ഐഡിയ കിട്ടി കാണും എന്ന് കരുതുന്നു. അപ്പോൾ എന്ത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ലെവൽ എത്തി, ആ സപ്പോർട്ട് ലെവൽ അത് അവിടെ വെച്ച് നമ്മൾ എൻട്രി ചെയ്തു, അല്ലെങ്കിൽ അവിടെ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അവിടെ എത്തിയതിന് ശേഷം ആ സ്റ്റോക്ക് തിരിച്ച് റെസിസ്റ്റൻസ് ലെവലിലെത്തി. ആ മൂന്നാമത്തെ പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസ് അവിടെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് മാറുകയും ചെയ്യുന്നത്. അതിനുശേഷം അപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നത് ഈ 160 ലെവലിലാണ്. ആ ലെവൽ കട്ട് ചെയ്ത് ആ സ്റ്റോക്ക് 220 ലെവലിൽ പോകുമ്പോൾ ഈ 160 അതിന് മുമ്പുള്ള റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് ഓരോ പ്രാവശ്യം അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ കട്ട് ചെയ്തു സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് പോകുമ്പോഴും അതിന് തൊട്ട് മുമ്പുള്ള ആ ലെവൽ, അതായത് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ലെവൽ നമ്മൾ അത് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലായിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രൈസ് നമ്മളിത് പറഞ്ഞപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഓരോ ആംഗിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഓരോ പ്രാവശ്യം റെസിസ്റ്റൻസും ചുമല ഇൻഡിക്കേറ്ററും മറ്റേ ആരോ, അതുപോലെ തന്നെ പച്ച ആരോയിലും
ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് പോകുന്നതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ക്രീൻ കാണിക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഈ 100 മൂന്നാമത്തെ പ്രാവശ്യം അത് ആ 100-ന് മുകളിൽ അത് പോവുകയും ആ പോകുന്ന സ്റ്റോക്ക് ഒരു 105 ലെവലിൽ പോയതിനു ശേഷം തിരിച്ചൊരു വരവ് വരുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. അത് തിരിച്ച് അപ്പം അത് അതിന് മുകളിൽ പോവുകയും ആ റെസിസ്റ്റൻസ് നമുക്ക് സപ്പോർട്ടായിട്ട് മാറി അത് തിരിച്ച് ആ സപ്പോർട്ട് ലെവലിലേക്ക് വരുന്നത് നമുക്ക് കാണാം. എന്നാൽ ആ വരുന്ന സപ്പോർട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ആ സപ്പോർട്ട് ലെവൽ ക്രോസ് ചെയ്യാതെ താഴോട്ട് വരാതെ ആ ലെവലിൽ നിന്ന് പിന്നെയും പിന്നെ ഒരു വലിയ റൈഡാണ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് തിരിച്ച് രണ്ടാമത് പോകുമ്പോൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി നമുക്ക് ഇതിന് ബ്രേക്ക് ഔട്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുപോലെ ബ്രേക്ക് ഔട്ട് സംഭവിച്ച ശേഷം ആ സ്റ്റോക്ക് അവിടെ കുറച്ചാളുകൾ അത് വിറ്റെടുത്ത് അപ്പം ആൾക്ക് ചെറിയ സംശയം ഇനി അത് മുകളിലോട്ട് പോകുക. അപ്പോൾ കുറച്ച് പേര് വിൽക്കാനൊക്കെ ശ്രമിക്കും. ആ വിൽക്കുന്ന സമയത്ത് അത് തിരിച്ച് സ്റ്റോക്ക് പ്രൈസ് അതിൻ്റെ ലെവലിലോട്ട് തന്നെ വരുന്ന കാണാം. ലൈനിൻ്റെ നമ്മൾ റെസിസ്റ്റൻറ്റ് ലെവലിലോട്ട് സപ്പോർട്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ടായിട്ട് മാറി അവിടെ എത്തുന്ന കാണാം. അതിന് തിരിച്ചു പോകുന്നു. അപ്പോൾ ആ വരുന്നതിന് നമുക്ക് ഇതിന് പുൾ ബാക്ക് എന്നാണ് പറയുന്നതിന് ഇങ്ങനെ സംഭവിക്കുന്നതിന്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഇങ്ങനൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമായി സാധാരണഗതിയിൽ അവർ എൻട്രി ചെയ്യുന്നവർക്ക് അപ്പോൾ റിസ്ക് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇതിന് റീട്രേസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ട്, റെസിസ്റ്റൻസ്, സപ്പോർട്ട്, പുൾ ബാക്ക് ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു ബേസിക് ഐഡിയ കിട്ടിക്കാണും എന്ന് കരുതുന്നു. കൂട്ടത്തിൽ നമുക്ക് 1-2 കാര്യങ്ങളോട് പറയാം. നമുക്ക് ആ സ്റ്റോക്കിൻ്റെ വോളിയം ആദ്യം പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വോളിയം. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ആ മൂന്നാമത്തെ പ്രാവശ്യം സ്റ്റോക്ക് റെസിസ്റ്റൻസ് കവർ ചെയ്ത് മുകളിലോട്ട് പോയിട്ട് അടുത്ത ലെവലിലോട്ട് പോകുന്ന സമയത്ത് നമുക്കവിടെ നോക്കിയാൽ താഴെ ഞാനിവിടെ ആരെ കാണിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റോക്കിൻ്റെ വോളിയം കൂടുന്നു. സോ എന്ന് വെച്ചാൽ പ്രൈസ് കൂടുന്നു, വോളിയം കൂടുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടെ അർത്ഥം. അടുത്ത പ്രാവശ്യം നമുക്ക് ആ 160 ലെവലിൽ റെസിസ്റ്റൻസ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നോക്കാം, അതിനുശേഷം നോക്കാം ആ പുൾ ബാക്കിന് ശേഷം ആ പ്രൈസ് മുകളിലോട്ട് പോകും തോറും അവിടെ കുറച്ച് വോളിയം കൂടി വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻറ്റ് ലെവൽ 160 ലെവൽ എത്തിക്കഴിയുമ്പോൾ ആ സ്റ്റോക്കിലെ വോളിയം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ബയേഴ്സിൻ്റെ പിടി കുറേശ്ശെ അയയുന്നു. അപ്പോൾ പതുക്കെ ആളുകൾ ബേഴ്സ് അല്ലെങ്കിൽ വിൽക്കുന്ന ആളുകൾ അതിൽ പിടിമുറുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് പിന്നീട് കാണാം. ആ സ്റ്റോക്ക് വളരെ വലിയൊരു കറക്ഷൻ സംഭവിക്കുന്നത് നമുക്കിവിടെ 110 ലെവലിലെത്തുന്നു. ആ ലെവലെത്തി കുറച്ച് ദിവസം കഴിച്ചതിന് ശേഷം വീണ്ടും ആ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ സംഭവിക്കുന്നു. കറക്ഷൻ സംഭവിച്ച 160-ന് മുകളിൽ പിന്നെയും ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് വീണ്ടും വോളിയം കൂടുന്നതായിട്ട് നമുക്ക് ആരും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസും വോളിയും തമ്മിലുള്ള കണക്ഷന്. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ബ്രേക്ക് ഔട്ട്, പുൾ ബാക്ക് അല്ലെങ്കിൽ റീട്രേസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ്, മൂവിങ് ആവറേജ്. അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. സപ്പോർട്ട്, റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ അപ്പം മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്പെസിഫൈഡ് ടൈം പീരീഡ് അല്ലെ പെർട്ടിക്കുലർ കാലത്തേക്കോ അതിൻ്റെ ആവറേജ് പ്രൈസിങ്ങിനെയാണെന്ന് ഈ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പം അത് പലരും പല രീതിയിൽ എടുക്കാറുണ്ട്. അത് ഷോർട്ട് ടൈം തൊട്ട് ലോങ് ടൈം വരെയുള്ള ആളുകൾ പല രീതിയിലാണ്. അതായത് ചിലർ 10 ദിവസം എടുക്കാറുണ്ട്, 20 ദിവസം എടുക്കാറുണ്ട്, 30 ദിവസം എടുക്കാറുണ്ട്, 50 ദിവസം എടുക്കാറുണ്ട്, 100 ദിവസം എടുക്കാറുണ്ട്, 20 ദിവസം എടുക്കാറുണ്ട്. അപ്പോൾ എന്തിനായി മൂവിങ് ആവറേജ് ഡാറ്റ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിൻ്റെ ട്രെൻഡ് അപ്പാണോ ഡൗൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഈ മൂവിങ് ആവറേജ് മെയിനായിട്ട് അത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ പ്രൈസിൻ്റെ പ്രഡിക്ഷന് വേണ്ടിയിട്ടല്ല മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നമുക്ക് ട്രെൻഡ് അറിഞ്ഞതിന് ശേഷം ആ ട്രെൻഡിനെ പ്രൈസ് ഫോളോ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കും. ആ ട്രെൻഡ് അനുസരിച്ചിട്ട് ആളുകൾ എൻട്രി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സപ്ലൈ ഡിമാൻഡ് അനുസരിച്ചാണ് നമുക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ അതിൻ്റെ വില കൂടാനുള്ള സപ്ലൈ കുറയും. അപ്പോൾ അതിൻ്റെ വില കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് മൂവിങ് ആവറേജിൻ്റെ ബേസിക്കായിട്ടുള്ള നിങ്ങൾക്ക് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ അടുത്ത മൂവിങ് ആവറിൽ നമുക്ക് ആദ്യമേ നമുക്ക് മനസ്സിലാക്കേണ്ടത് 2 തരത്തിലുള്ള മൂവിങ് ആവറേജ് ഉണ്ട്. സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സിമ്പിൾ മൂവിങ് ആവറേജ്, SM
EMA എന്ന് പറയും, രണ്ട് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയും, EMA എന്ന് പറയും. അങ്ങനെ രണ്ട് തരത്തിലുള്ള മൂവിങ് ആവറേജ് ഉണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസും നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഈ ബേസിക്കായിട്ട് കാര്യങ്ങളൊന്നുകൂടെ പറഞ്ഞു പോകാം. അപ്പോൾ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസിംഗ് പ്രൈസ് ഇതിനു വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാലത്തേക്ക് ഒരാഴ്ചയാകും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ കാലത്തേക്കുള്ള ആ സ്റ്റോക്കിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10 ദിവസമാണെങ്കിൽ 10 ദിവസം സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എടുത്തതിന് ശേഷം ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആവറേജ് വിലയാണ് നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് ഡാറ്റ അതിലൂടെ അഡീഷനായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അത് നമുക്ക് അടുത്ത സ്ലൈഡ് വരുമ്പോൾ എന്തുകൊണ്ട് മനസ്സിലായി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റു വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആളുകൾ എങ്ങനെ ട്രേഡ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ സിമ്പിളായി ഒരു മെത്തേഡ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം. ഒരു സ്റ്റോക്ക് 50 ദിവസത്തിന് മുകളിൽ അതിൻ്റെ സിമ്പിൾ മൂവിങ് ആവറേജ് മൂവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് ടൈം ട്രെൻഡ് അപ്പ് ട്രെൻഡാണെന്ന് അതിൻ്റെ ട്രെൻഡ് അപ്പ് ട്രെൻഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഷോർട്ട് ടൈമിലേക്ക്. അതുപോലെ തന്നെ ഈ 50 ദിവസം സിമ്പിൾ മൂവിങ് ആവറേജ് 200 ദിവസ സിമ്പിൾ മൂവിങ് ആവറേജിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ട്രെൻഡ് അവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പോൾ അതായത് ലോങ് എൻട്രി എന്ന് പറയുന്നത് ദ ക്രോസസ് ഓവർ മൂവിങ് ആവറേജ്. അതായത് ഒരു നമ്മൾ ഏത് ദിവസം എടുത്ത് 20, 30, 50, 150, 200 ആയിക്കോട്ടെ, ആ ഏതെങ്കിലും മൂവിങ് ആവറേജിന് മുകളിൽ അത് പ്രൈസ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് എൻട്രി ആയിട്ടും, ആ മൂവിങ് ആവറേജ് താഴെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് എൻട്രി ആയിട്ടും ആളുകൾ അനുസരിച്ചിട്ടാണ് ആളുകൾ അത് വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുകയോ ഒക്കെ സ്റ്റോക്കിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവിങ് ആവറേജ് നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഗ്രാഫിൽ കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എനിക്കൊന്ന് ഇത് മുമ്പ് കണ്ട ചാർട്ടിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ്. അതേ സെയിം ചാർട്ട് തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് എനിക്കത് ഇന്ത്യ സിംസിൻ്റെ ആണെന്ന് തോന്നിയ പേര് കാണിച്ച് 2 പോലത്തെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് പഴയ കണ്ട പോലെ തന്നെ 2.72 മില്യൻ്റെ വോളിയം ആവറേജ് നമ്മൾ അതേ ചാർട്ട് തന്നെയാണ്, അത് കറക്റ്റ് അത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ മണി കൺട്രോളിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്, ഡേയ്സ് കാണിച്ചിട്ടുണ്ട്, BSEയുടെ NSEയുടെ ഡാറ്റ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 30, 50, 150, 200. അപ്പോൾ അതിനകത്ത് 208, 201, 260, 158 എന്ന് മനസ്സിലാക്കും. നിങ്ങൾക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് 216 അതിൻ്റെ മൂവിങ് ആവറേജ് 50 ദിവസം മൂവിങ് ആവറേജ് ഗ്രീൻ കളറിൽ 201, 200 ദിവസം മൂവിങ് ആവറേജ് 158.38 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിവിടെ ഗ്രാഫിൽ കൂടെ ഇവിടെ കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഗ്രീൻ ലൈൻ പോകുന്നു, അതിൻ്റെ താഴെയായിട്ട് ബ്ലൂ ലൈനും പോകുന്നുണ്ട്. അപ്പം ആ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 50 ദിവസം മൂവിങ് ആവറേജ് 200 മുകളിൽ പോകുമ്പോൾ ഞാനിവിടെ ഗ്രീൻ ആരോയിൽ കാണിക്കുമ്പോൾ ആ പ്രൈസ് ഉണ്ട്. ആ സ്റ്റോക്കിൽ ഏകദേശം നമ്മൾ ആദ്യമേ കണ്ട പോലെ തന്നെ 80 മുകളിൽ 85 ലെവലിലാണ് റൈറ്റ്. 85 ലെവലിൽ നിന്ന് ആ സ്റ്റോക്ക് ഒരു 160 ലെവലിലേക്ക് ഒരു വലിയൊരു റൈഡ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ആ സ്റ്റോക്ക് തിരിച്ച് ഒരു കറക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ 200 ലെവലിൽ തൊട്ട് താഴെയായിട്ട് 1-2 ദിവസം വന്നെങ്കിലും വീണ്ടും ആ സ്റ്റോക്ക് 200 ലെവലിൽ 200 ഡേയ്സ് മൂവിങ് ആവറേജിന് മുകളിൽ തന്നെ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് പിന്നെ വീണ്ടും ഒരു റൈഡ് സംഭവിക്കുകയും ആ സ്റ്റോക്ക് നോക്കിയാലറിയാം ആ ചെറിയ കറക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ആ സ്റ്റോക്ക് 50 ദിവസം മൂവിങ് ആവറേജിന് മുകളിലാണ് ഏകദേശം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് അറിയാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമുക്കൊരു നമ്മളൊരു കുറച്ച് മാസത്തേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ആളുകൾ ആ സ്റ്റോക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഇതിൻ്റെ ലെവൽ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അത് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബേസിക്കായിട്ടുള്ള ഐഡിയ സ്റ്റോക്കിൽ ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലായേക്കാണും. ഇതേ ചാർട്ട് ഞാൻ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് സിമ്പിൾ മൂവിങ് ആവറേജാണ് 50 ദിവസവും 200 ദിവസത്തെയും. അതേ സമയത്ത് ഈ സ്റ്റോക്കിൽ ഞാൻ 50 ദിവസത്തെ മൂവിങ് ആവറേജാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് ഒന്ന് സിമ്പിൾ മൂവിങ് ആവറേജാണ് ഒരു മെജൻഡ കളറിൽ കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഗ്രീൻ കളറിൽ SMA എന്നിവിടെ കാണാൻ പറ്റും. അതായത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും സിമ്പിൾ മൂവിങ് ആവറേജ് എന്താണെന്ന് ഈ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും നമ്മുടെ സിമ്പിൾ മൂവിങ് ആവറേജ്. അത് കാരണം നമ്മുടെ ലേറ്റസ്റ്റ്
ഡാറ്റസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് നമ്മുടെ മറ്റതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ രണ്ട് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരേ ദിവസത്തെ 50 ദിവസം മൂവിങ് ആവറേജിൽ ഒരേ പ്രൈസ് എങ്ങനെ രണ്ട് മൂവിങ് ആവറേജിൽ അതിൻ്റെ ഡിഫറൻസ് കാണിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ സ്റ്റോക്ക് ഇവിടെ താഴ്ച, ഈ ഭാഗത്തൊരു താഴ്ച വരുന്ന സമയത്ത് സിമ്പിൾ മൂവിങ് ആവറേജിന് മുമ്പേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൽ അതിൻ്റെ പ്രൈസ് തിരിയുന്ന കാണാം. അതേപോലെ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു വലിയ റൈഡ് സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രോസ് ഓവർ ഇങ്ങനെ ഒരു ഈ 50 ദിവസം ഈ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് സിമ്പിൾ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് പോകുന്നത് നമ്മൾ ക്രോസ് ഓവർ എന്ന് പറയും. അത് നമ്മൾ ഡീറ്റെയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. പോയി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ഏകദേശം ഒരു വലിയ റൈഡ് സംഭവിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ആ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് സിമ്പിൾ മൂവിങ് ആവറേജ് മുകളിലായിട്ടാണ് അതിൻ്റെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേ സമയത്ത് ആ സ്റ്റോക്കിൽ 160 ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ആ സിമ്പിൾ മൂവിങ് ആവറേജ്, അതായത് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കറക്ഷൻ സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കുന്ന അവസരത്തിൽ സിമ്പിൾ മൂവിങ് ആവറേജ് അത് താഴോട്ട് പോകുന്ന സമയത്ത് ആ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അതിന് കുറച്ച് മുമ്പേ തന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ ക്രോസ് ഓവർ കാണാൻ പറ്റും. അത് പോയതിന് ശേഷം അതിൽ ഏകദേശം ഒരേ മൂവ് ചെയ്യുന്ന ഒരേ ഡയറക്ഷനാണെങ്കിലും ആ സിമ്പിൾ മൂവിങ് ആവറേജിന് മുമ്പായിട്ട് തന്നെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം സ്റ്റോക്കിൽ അവിടെ ഒരു കറക്ഷൻ സംഭവിക്കുന്നു, നമുക്ക് വിറ്റ് മാറാൻ സമയമായെന്ന്. ഈവൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആ പ്രൈസ് 160 ലെവലിൽ കുറച്ച് ദിവസം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചിലതിനകത്ത് അതിൻ്റെ നമുക്ക് താഴെ നമുക്ക് വോളിയം നോക്കിയാൽ അറിയാം. ഇവിടെ വോളിയം കുറഞ്ഞു വരുന്നത് ആ ഒരു ഇൻഡിക്കേഷനാണ്. അതുപോലെ തന്നെ ഈ പ്രൈസ് കുറയുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ മൂവിങ് ആവറേജിൽ ഒരു ചെറിയൊരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് പ്രൈസിന് ഒരു പക്ഷേ കറക്ഷൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം. അതാണ് നമ്മൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത്. വീണ്ടും നമുക്ക് ഇവിടെ ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നു. ആ ക്രോസ് ഓവറിൽ ആ സ്റ്റോക്ക് ചെറിയൊരു സമയത്ത് മാത്രം അതിൻ്റെ താഴോട്ട് വന്ന് വരുന്നുള്ളൂ. അതിനുശേഷം ബാക്കി എല്ലാ സമയത്തും രണ്ടാമത്തെ റൈഡ് സംഭവിക്കുമ്പോഴും ആ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് സിമ്പിൾ മൂവിങ് ആവറേജിന് മുകളിൽ തന്നെ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ സ്റ്റോക്ക് മുകളിലോട്ട് തന്നെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് സിമ്പിൾ മൂവിങ് ഒരു ബേസിക് ഐഡിയ കിട്ടിയാണ്. നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടാൽ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തത് നെക്സ്റ്റ് വോളിയം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ് വോളിയം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഏതൊരു പ്രത്യേക ദിവസം ആ ഒരു എക്സ്ചേഞ്ചിൽ എത്ര പേര് വാങ്ങി അല്ലെങ്കിൽ വിറ്റു എന്നുള്ളതിൻ്റെ ഡാറ്റ കാണിക്കും. എത്ര പേര് മേടിച്ചു അല്ലെങ്കിൽ എന്നുള്ളതിൻ്റെ ഡാറ്റ, അല്ലെങ്കിൽ ഒരു ദിവസമാകാം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് ചോദിച്ചാൽ അത് 5 ദിവസം 20 10 ദിവസം 30 ദിവസമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ആവറേജ് 30 ദിവസത്തിന് അതിൻ്റെനേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യം മണി കൺട്രോളിൽ നമുക്ക് ഡെലിവറി അവിടെയും അതിന് മുകളിലായിട്ടൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഓൾറെഡി നമ്മൾ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലാക്കേണ്ട വോളിയം. ദ പ്രൈസ് റൈസ് ഓർ ഫോൾ, ദ ഇൻക്രീസ് ഇൻ വോളിയം ആക്ട് ആസ് കൺഫർമേഷൻ that rise or fall in price in a real and that the price movement had strength. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുകയോ താഴുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ തരികയാണ് ആ സ്റ്റോക്ക് ഒന്നിൽ ഉയരാം അല്ലെങ്കിൽ താഴാം അതിൻ്റെ പ്രൈസ് എന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെ അല്ലേ? ഓക്കെ, ശരി. അത് തന്നെ. നെക്സ്റ്റ്, ദ പ്രൈസ് കൂടുമ്പോഴോ കുറയുമ്പോഴോ അതിൻ്റെ വോളിയം കുറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്റ്റോക്കിൽ ഒരു പ്രൈസിൽ അത് കയറുമ്പോഴാകാം ഇറങ്ങുമ്പോഴായിരിക്കും ഒരു വീക്ക് മൂവ് പ്രൈസിലുണ്ടാകുന്നു. മറ്റേതൊരു എന്താ പറഞ്ഞ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവാണ് നമ്മൾ മുകളിൽ പറഞ്ഞെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനോ അല്ലെങ്കിൽ
തൽക്കാലത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലെവലെത്തി കഴിയുമ്പോൾ ഒന്ന് പോസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പം വോളിയം പ്രൈസ് കൂടും, വോളിയം കൂടും എന്നെങ്കിൽ അതിനർത്ഥം സ്റ്റോക്ക് കയറുമെന്നും പ്രൈസ് വില കൂടും. അതും വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് ബയേഴ്സാണ് കൂടുതൽ സെല്ലേഴ്സാണെന്ന് നമ്മൾ അതൊന്ന് സഗ്രിഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് ഇതിനകത്ത് പോകുന്നില്ല. അപ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടി കാണും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഒരു ചാർട്ടിൽ കൂടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഒരു ചാർട്ട്, ഇത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടാണ്. നമുക്ക് നോക്കി 2 കൊല്ലത്തെ ചാർട്ടാണ്. ആ സ്റ്റോക്കിൽ ഒരു 100 ലെവലിന് മുകളിൽ ആ സ്റ്റോക്ക് ഒരു റൈഡ് സംഭവിച്ചിട്ട് ആ സ്റ്റോക്ക് ഏതാണ്ട് 298 ലെവൽ വരെ ഒരു വലിയൊരു റൈഡ് സംഭവിക്കുമ്പോൾ ആ സ്റ്റോക്കിൽ നമുക്കറിയാം ഒരു ഇവിടെ നമുക്ക് ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാം. ആ ഒരു സ്റ്റോക്ക് ഏകദേശം 100 ലെവലിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് ലെവലിൽ നിന്ന് 115 ലെവലിലേക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അതാണ് ആദ്യത്തെ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് കവർ ചെയ്യുന്ന ശേഷം ഒരു വലിയ റൈഡ് സംഭവിച്ചിട്ട് അതൊരു 130 എനിക്കൊന്ന് 130 ലെവലിലോട്ട് 135 ലെവലിലോട്ട് പോകുന്നു. ഓക്കെ, അതിനുശേഷം ആ സ്റ്റോക്ക് ചെറിയൊരു കറക്ഷൻ കുറച്ച് നാളായിട്ട് ഒരു സൈഡ് വേസ് മൂവ് ചെയ്യുന്ന ശേഷം വീണ്ടും ഒരു വലിയ റൈഡ് സംഭവിക്കുന്നു. ആ സ്റ്റോക്ക് 135 ലെവലിൽ നിന്ന് 195 ആ ലെവലിൽ എത്തിയതിന് ശേഷം ഒരു കറക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ വോളിയം എങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ആരും നോക്കുക, പ്രൈസ് മുകളിലോട്ട് ഒരു വലിയ റൈഡ് സംഭവിക്കുന്നു. അതേ സമയത്ത് ആ സ്റ്റോക്കിലെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ഇൻക്രീസിങ്, വോളിയം ഇൻക്രീസിങ് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത എന്നർത്ഥം. എന്നാൽ അതിനുശേഷം ആ സ്റ്റോക്ക് ഒരു ചെറിയൊരു കറക്ഷൻ സമയത്ത് ആ സ്റ്റോക്കിലെ വോളിയം കുറച്ച് കുറയുന്നത് കാണാം. അതിനുശേഷം ആ സ്റ്റോക്ക് സൈഡ് വേസ് മൂവ് ചെയ്യുന്ന സമയത്തും ആ സ്റ്റോക്കിലെ വോളിയം വളരെ മറ്റ് ദിവസത്തെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വോളിയം കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വീണ്ടും ആ സ്റ്റോക്ക് രണ്ടാമതൊരു അപ് ട്രെൻഡിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും വോളിയം ഇൻക്രീസ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് ആ പ്രൈസ് കൂടുന്നു, വോളിയം കൂടുന്നു, അതനുസരിച്ച് സ്റ്റോക്കിൽ മൂവ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടിടത്ത് ഇവിടെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിയുമ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വോളിയം കൂടെ ഞാൻ കറസ്പോണ്ടിങ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ സ്റ്റോക്കിൽ വളരെ വലിയൊരു വോളിയം കുറഞ്ഞ ശേഷം അവിടെ കൂടിയതിന് ശേഷം അവിടെ ഒരു റെഡ് കാണാറുണ്ട്. ആളുകൾ പിന്നീട് വിൽക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ സമയത്ത് പ്രൈസ് കുറയുന്നു, വോളിയം കുറയുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ആ സ്റ്റോക്ക് ഒരു 175 ഒരു ഫ്രീ ഫോൾ എന്ന് വേണമെങ്കിൽ പറയാം. 145 ലെവലിലേക്ക് പോകുമ്പോൾ കണ്ടവൻ ആളുകൾ വിൽക്കുന്ന ഞാനൊരു ആരോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ലെവലിൽ എത്തിയതിനു ശേഷം കുറച്ച് ദിവസം സ്റ്റോക്ക് ആ ലെവലിൽ ഇന്നതിന് ശേഷം പിന്നെ വീണ്ടും ചെറിയൊരു കറക്ഷൻ സംഭവിക്കുന്നു. എന്നാൽ അതിന് തൊട്ട് മുമ്പിലത്തെ നമ്മൾ ഈ മേജർ എന്താ പറയുക ആ സപ്പോർട്ട് ലെവലായ ഇതിന് ഈ ലെവലിൽ അതായത് 135 അല്ലേ 135 130-40 ഇവിടേക്ക് ആ ലെവലിൽ ഇതുവരെ എന്താ പറയുക സ്റ്റോക്ക് കട്ട് ചെയ്തിട്ടില്ല. ഒരു കറക്ഷൻ മോഡിലാണെങ്കിൽ പോലും അതേപോലെ തന്നെ ഇവിടെ താഴോട്ട് പോകുന്ന സമയത്ത് വോളിയം കുറയും നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് ഇവിടെ ഈ ചാർട്ടിൽ അടുത്തത് ഇങ്ങോട്ട് പോകും നിങ്ങൾക്കൊന്ന് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൽ സ്റ്റോക്ക് അവിടെ ആരോ കാണിച്ചിട്ടുണ്ട്. ആ സൈഡ് വേസിൻ്റെ ഈ ആരോടെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ലെവലിൽ സ്റ്റോക്ക് താഴോട്ട് പോകാതിരിക്കുകയും അതേപോലെ സമയത്ത് ഇവിടെ വോളിയം കൂടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. ഇൻ കേസ് ആ ലെവലിൽ താഴെയുടെ പ്രൈസ് പോവുകയും വോളിയം കൂടാം. അപ്പോൾ കൂടുക എന്നർത്ഥം ആളുകൾ കൂടുതൽ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് വോളിയം കൂടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സ്റ്റോക്ക് വീണ്ടും താഴോട്ട് വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷൻ സംഭവിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് ഞാൻ ഒരു പാർട്ടായിട്ട് ഉദ്ദേശിച്ച പക്ഷേ ഇത്രയും കഴിക്കുന്നു ഹാഫ് ആൻ അവർ ആയെന്ന് തോന്നുന്നു. ഞാൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് ബാക്കി കാണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിനു മുമ്പ്
നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെറ്റീരിയൽസും ഡാറ്റാസൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. സോ മിസ്യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ഉള്ള കാര്യമാണ്. പഠിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആളുകളിൽ നിന്ന് ഉപദേശം മേടിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക. നമ്മുടെ ഡിസ്കസ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ലേണിംഗ് ഗ്രൂപ്പിൽ ഫേസ്ബുക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മെയിൽ ID താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ കാണാം. നന്ദി, നമസ്കാരം.